അവർ തിരിച്ചടിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖത്തർ ഇതിന്റെ വ്യോമസേന ഇറാന്റെ സുഖോയ് 24 അത് റഷ്യൻ നിർമ്മിത വിമാനമാണ്, 2 ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ വെടിവെച്ചിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം ഇസ്രായേലിനും അമേരിക്കയ്ക്കും പുറമെ ഒരു ഗൾഫ് രാജ്യം, അറബ് രാജ്യം ഒരു ഇറാന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടിരിക്കുന്നത്. അത് സുഖോയ് 24 ആണ്. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഖത്തറിന്റെ ഡിഫൻസ് മിനിസ്ട്രി തന്നെയാണ്. അതുകൊണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണത്തോടെയാണ് ഖത്തറിൽ 2 യുദ്ധവിമാനങ്ങൾ, ഇറാന്റെ യുദ്ധവിമാനങ്ങൾ സുഖോയ് 24 വെടിവെച്ചിട്ടിരിക്കുന്നു. അതിനു പുറമെ 7 മിസൈലുകൾ, 5 ഡ്രോണുകളൊക്കെ വെടിവെച്ചിട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഖത്തറിലേക്ക് വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത്. മിസൈല്, ഡ്രോണുകൾ അതെല്ലാം തടഞ്ഞിടുകയായിരുന്നു. ചിലതൊക്കെ വന്ന് അവിടുത്തെ എയർബേസിൽ പതിച്ചിരുന്നു എന്ന വാർത്തകളുണ്ട്. പക്ഷേ ഇതിൽ നിർണായകമായിട്ടുള്ളത് ഇറാന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ അതിർത്തി കടന്ന് ഖത്തറിലേക്ക് ആക്രമിക്കാൻ ചെന്നുവെന്നും US-ന്റെ സേനാ താവളങ്ങളിൽ ബോംബിടാൻ ചെന്നുവെന്നും അത് ദോഹയുടെ വ്യോമസേന തകർത്തുവെന്നുള്ളത് ഒരുപക്ഷെ ഈ പശ്ചിമേഷ്യയിലും മധ്യപൂർവ്വ ഏഷ്യയിലും രാജ്യങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങിയതിന്റെ സൂചനയാണ്. ഇത് നേരത്തെ GCC രാജ്യങ്ങൾ ഈ തരത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈവച്ചാൽ, ഞങ്ങളുടെ അതിർത്തി കടന്നു വന്നാൽ ഇനി ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ഇത് ഈ യുദ്ധത്തിന് വേറൊരു മാനം കൈവരുത്തുകയാണ്. ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നതോടെ ഖത്തർ പ്രതികരിച്ചു. ഇനി സൗദിയും UAE-യും കുവൈറ്റും ഇവരൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഇതൊരു മേഖലാ യുദ്ധത്തിന്റെ അപ്പുറത്തേക്ക് ഇത് മാറിയേക്കാം. ഒപ്പം തന്നെ ചൈനയുടെ CM-302 എന്ന ആന്റി ഷിപ്പ് മിസൈൽ അത് ഇറാന് നൽകാൻ ധാരണയായതായി വാർത്തകൾ വരുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ തകർക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് മിസൈലാണിത്. അത് ഇതുവരെ വേണ്ട വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. 4 സെക്കൻഡ് കൊണ്ട്, സൂപ്പർസോണിക് ആയതുകൊണ്ട് ശബ്ദത്തിൽ വേഗത്തിൽ നീങ്ങുന്നതാണ്. അവരടിച്ചാൽ 4 സെക്കൻഡ് കൊണ്ട് ഈ കപ്പലിനെ അടിക്കാൻ പറ്റും. തിരിച്ച് ഇതിനെതിരെയുള്ള സംവിധാനം അമേരിക്കൻ കപ്പലുകൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും ആ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം CM-302 എന്ന സൂപ്പർസോണിക് മിസൈൽ ചൈന വികസിപ്പിച്ചെടുത്തിട്ട് ഒരുപാട് കാലമായിട്ടില്ല, യുദ്ധങ്ങളിൽ അത് പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അത് ചൈനയുടെ കയ്യിൽ നിന്ന് വാങ്ങി പ്രയോഗിക്കുമോ എന്ന ആശങ്ക പരക്കുന്നുണ്ട്.